അപ്പം ഇത് അപകടമാണ്, വലിയ അപകടമാണ്. ഇവിടെ വലിയൊരു കോച്ചിങ് ഇൻഡസ്ട്രി വളരുന്നു. വിദ്യാഭ്യാസത്തിന് ചെലവഴിക്കുന്ന സംഖ്യ 1,00,000 കോടി രൂപ പോലും ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിന് ചെലവഴിക്കുന്നില്ല. ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സും പ്രൊഫഷണൽ ആയിരിക്കണം. ബിക്കോസ് എഡ്യൂക്കേഷൻ ഈസ് ഹിസ് ഓർ ഹെർ റൈറ്റ്. അധ്യാപകരെ എടുക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള സാഹചര്യം അവിടെ ഉണ്ടെങ്കിലും പുതിയ കാലത്ത് വിദ്യാർത്ഥികളുടെ ഇപ്പൊ നമുക്കറിയാം ഈ പ്രീ ടീൻ കാലഘട്ടത്തിലെ അതിനൊരു വളരെ പ്രധാനമാണ്. നമ്മളൊക്കെ മുമ്പ് ഈ ടീനേജ് കാലം, കൗമാര കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളുടെ പ്രത്യേകതകൾ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പുതിയ സാഹചര്യങ്ങളെ കൊണ്ട് പ്രീ ടീൻ ഏജിൽ തന്നെ കുട്ടികൾ ആ രൂപത്തിൽ ചിന്തിക്കാനും അവരുടെ വൈകാരികപരമായ കാര്യങ്ങളിലേക്കൊക്കെ പല തലങ്ങളുണ്ടല്ലോ അതിന്. ആ സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഒരു മെന്ററായി പ്രവർത്തിക്കുക, ഒരു കൗൺസിലറായി പ്രവർത്തിക്കുക എന്നതിനപ്പുറത്തേക്ക് ക്ലാസ്സുകൾ എടുത്ത് പോർഷൻ തീർത്ത് പോകുക എന്നൊരു മനോഭാവം അധ്യാപകർ സ്വയം സ്വീകരിക്കുന്നതിനെ കുറിച്ച് അങ്ങനെ ഒരു പ്രവണതയുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളെ കൊണ്ടാണെങ്കിലും അത് പലപ്പോഴും സംഭവിക്കുന്നത് ഈ നമ്മുടെ ട്രെയിനിങ്, നമ്മുടെ ഈ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന്റെ ഒരു മോഡസ് ഓപ്പറാൻഡി വലിയ മാറ്റങ്ങൾക്ക് വിധേയമാവണം. നമ്മുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇപ്പോഴും എങ്ങനെയാന്ന് വെച്ചാൽ വളരെ പഴയ അതിനകത്ത് ഉപയോഗിക്കുന്ന അധ്യാപകരുടെ, ഞാൻ പറയുന്ന ഇൻ സർവീസ് ട്രെയിനിങ്ങുകളെ കുറിച്ചാണ്. പ്രീ സർവീസ് ട്രെയിനിങ്ങിലും ഇൻ സർവീസ് ട്രെയിനിങ്ങിലും വലിയ മാറ്റം ഉണ്ടാവണം. ഇപ്പൊ പ്രീ സർവീസ് ട്രെയിനിങ്ങിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? യൂണിവേഴ്സിറ്റികളാണ് അതിന്റെ സിലബസ് തീരുമാനിക്കുന്നത്, നമ്മുടെ BEd കോളേജുകളുടെയും BEd സെന്റേഴ്സിന്റെയും. അതും നമ്മുടെ സിലബസും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതായത് ഇവിടെ എന്താണ് ആക്ച്വൽ സ്കൂൾ പ്രാക്ടീസ് എന്താണെന്ന് അറിയാതെ യൂണിവേഴ്സിറ്റികൾ സിലബസ് തീരുമാനിക്കുകയും ആ കുട്ടികൾ നമ്മുടെ ഇവിടെ BEd ട്രെയിനീസ് ഒക്കെ ആയിട്ട് വരികയും പിന്നീട് അധ്യാപകരായി മാറുകയും ചെയ്യുന്നു. അപ്പൊ ഈ രണ്ടും തമ്മിൽ കോൺട്രഡിക്ഷൻസ് ആണ്, കോംപ്ലിമെന്ററി അല്ല, വൈരുദ്ധ്യങ്ങളാണ്. ഇനി ഇൻ സർവീസ് ട്രെയിനിങ് എടുക്കാം. ഓക്കെ, ഇവർ വന്നു എങ്കിൽ ഇൻ സർവീസ് ട്രെയിനിങ് കൊണ്ട് നമുക്ക് ഈ പ്രശ്നം മറികടക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട്, 4-5 അല്ല, കുറേയേറെ വർഷമായിട്ട് ഈ അധ്യാപകർക്ക് കണ്ടന്റിലും പെഡഗോജിയിലും കൊടുക്കുന്ന ചില ട്രെയിനിങ്ങുകൾക്ക് അപ്പുറം നമുക്ക് ട്രെയിനിങ്ങുകൾ, ഇപ്പോൾ സൈക്കോളജിക്കലായിട്ടുള്ള ട്രെയിനിങ്ങുകൾ, നമ്മളിപ്പോൾ പറഞ്ഞ കുട്ടിയെ മനഃശാസ്ത്രപരമായി ഡീൽ ചെയ്യാനുള്ള ട്രെയിനിങ്ങുകൾ ഏത് അധ്യാപകർക്ക് കിട്ടുന്നു? BEdന്റെ ഒരു സൈക്കോളജി പേപ്പർ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന വിഷയമല്ല അത്. BEdന്റെ ബിഹേവിയറൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നല്ല സെഷൻസ് അധ്യാപകർക്ക് കിട്ടുന്നില്ല. അധ്യാപകർ എക്യുപ്ഡ് അല്ല. കുട്ടിയുടെ ഒരു കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷനിൽ അധ്യാപകനും കുട്ടിയും കൂടെ പെടുമ്പോൾ ഇത് എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് ടീച്ചേഴ്സിന് അറിയുന്നില്ല. ഇപ്പോൾ അടുത്ത കാലത്ത് HMമാരുടെ UP HMമാരാവാൻ ഏതാണ്ട് 2000-ലധികം അധ്യാപകർ തയ്യാറല്ല എന്ന് പറഞ്ഞ് റിലിംഗ്വിഷ് ചെയ്തു. വളരെ കൗതുകരമായ കാര്യമാണ്. ഒരു പ്രൊമോഷൻ പോസ്റ്റ് അധ്യാപകർ റിലിംഗ്വിഷ് ചെയ്യുക, വേണ്ടാന്ന് വെക്കുക. കാരണം എന്താ? HM ആകുമ്പോൾ ഒരു സ്കൂളിന്റെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനാ. ഇന്നലെ വരെ ഉണ്ടായിരുന്ന റോൾ മാറുകയാണ്. ആ റോൾ എങ്ങനെ നിർവഹിക്കണമെന്ന് ഇപ്പം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ അവിടെ ഹ്യൂമൻ റിസോഴ്സ് ഒരു LP സ്കൂളിലാണെങ്കിൽ പോലും ഒരു 7-8 അധ്യാപകരുണ്ട്. ഒരു HM അവരെ മാനേജ് ചെയ്യണം. ഈ അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തെ മാനേജ് ചെയ്യണം. ഈ അധ്യാപകരും പൊതുസമൂഹവും തമ്മിലുള്ള, പേരൻസും തമ്മിലുള്ള ബന്ധം മാനേജ് ചെയ്യണം. ഒരു കണക്റ്റിംഗ് ലിങ്കായിട്ട് ഈ HM പ്രവർത്തിക്കണം. അപ്പൊ അവർ റിലിംഗ്വിഷ് ചെയ്യുന്നതിന്റെ കാരണം എന്താ? ഈ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ റിലിംഗ്വിഷ് ചെയ്യുന്ന അധ്യാപകരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. HM, പ്രിൻസിപ്പൽ പോസ്റ്റ് റിലിംഗ്വിഷ് ചെയ്യുന്ന ടീച്ചേഴ്സിനെ എനിക്കറിയാം. എന്താ കാരണം എന്നറിയോ? അതിന്റെ കാരണം they are not equipped, they are not competent to engage with students and parents. അതൊരു പ്രശ്നമാണ്. അപ്പോൾ അവർക്ക് ബിഹേവിയറൽ സൈക്കോളജിയിൽ അവർക്ക് ട്രെയിനിങ് ആവശ്യമാണ്. ക്ലാസ് റൂം മാനേജ്മെന്റ് നമ്മൾ കഴിഞ്ഞ കാലത്തെ ക്ലാസ് റൂം അങ്ങനെയല്ല. നമുക്ക് ഈ ഒരു ഹെട്രോജീനിയസ് ഗ്രൂപ്പിനെ മാനേജ് ചെയ്യാൻ ആവശ്യമായ സ്കില്ല് ടീച്ചേഴ്സിന് ഉണ്ടാവണം, കോമ്പീറ്റൻസി ഉണ്ടാവണം. കഴിഞ്ഞില്ല. പേരൻസിനെ മാനേജ് ചെയ്യണം, ഇമോഷണൽ മാനേജ്മെന്റ് വേണം. നമ്മളീ പറയുന്ന ലൈഫ് സ്കിൽ കോമ്പണൻസ് എല്ലാം മാനേജ്മെന്റ് ഇത് നമ്മുടെ ട്രെയിനിങ്ങുകളിൽ അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ അധ്യാപകരുടെ ട്രെയിനിങ്ങുകളിൽ ഈ ക്ലാസ് റൂം മാനേജ്മെന്റും ഈ കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റും ഈ ഇമോഷണൽ മാനേജ്മെന്റും ഈ ടൈം മാനേജ്മെന്റും ഈ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ട്രെയിനിങ്ങുകളിൽ അഡ്രസ് ചെയ്യുന്നില്ല.
അത്തരത്തിൽ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട് പലരും. ഇപ്പോൾ പഞ്ചാബിലും ഡൽഹിയിലും ഒക്കെ ഞാൻ അടുത്തിടെ കേട്ടത് IIMകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അധ്യാപകർക്ക് എഡ്യൂക്കേഷണൽ ട്രെയിനിങ്ങുകൾ, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അധ്യാപകർ എക്യുപ്ഡ് ആവണം. നമ്മൾ ഇപ്പൊ അധ്യാപകർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവര് എങ്ങനെയൊക്കെയോ ഇതങ്ങ് ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ അല്ലല്ലോ വേണ്ടത്. ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സും പ്രൊഫഷണൽ ആയിരിക്കണം, അല്ലേ? പ്രൊഫഷണൽ ആവാൻ അവർക്ക് ചില സ്കിൽസ് വേണം, ചില കോമ്പിറ്റൻസീസ് വേണം. ആ സ്കില്ലും കോമ്പിറ്റൻസീസും നമ്മുടെ നിലവിലെ പ്രീ സർവീസ് ട്രെയിനിങ്ങിലൂടെയോ ഇൻ സർവീസ് ട്രെയിനിങ്ങിലൂടെയോ കിട്ടുന്നില്ല. ഒരു കാസ്കേഡ് മോഡൽ ട്രെയിനിങ് നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെയിനിങ്ങിനെ വിളിക്കുക. കാസ്കേഡ് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ പറയുന്ന ഒരു രീതിയാണല്ലോ, വെള്ളം ഒഴുകുന്ന പോലെ. അത് നമ്മൾ എങ്ങനെയാ ചെയ്യുക? ഇപ്പോൾ ഹൈസ്കൂൾ ടീച്ചേഴ്സിന്റെ ട്രെയിനിങ്ങിന് ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സിനെ വിളിക്കും. കോർ SRG, സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് എന്ന പേര്. അവർ അടുത്തൊരു ഗ്രൂപ്പിന് കൊടുക്കും. അവരെ നമ്മൾ SRG എന്ന് വിളിക്കും, സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ്. അവരടുത്ത ഗ്രൂപ്പിന് കൊടുക്കും. അവരെ നമ്മൾ DRG എന്ന് വിളിക്കും, ഡിസ്ട്രിക്ട് റിസോഴ്സ് ഗ്രൂപ്പ്. അവർ ടീച്ചേഴ്സിന് കൊടുക്കും. അപ്പൊ നോക്കൂ ഇതിന്റെ ഒരു ലെവൽ. അപ്പൊ ഈ കോർ SRGയിൽ നിന്ന് ആക്ച്വൽ ടീച്ചിങ് പ്രാക്ടീസിലേക്ക് എത്തുമ്പോൾ ഹെവി ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ലോസ് ഉണ്ടാവും. നമ്മളെ ഇലക്ട്രിസിറ്റിയിലെ ട്രാൻസ്മിഷൻ ലോസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന പോലെ വലിയ ട്രാൻസ്മിഷൻ ലോസ് ആണ് നമ്മുടെ അധ്യാപക പരിശീലനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കോർ SRGയിൽ നിന്ന് ആക്ച്വൽ ടീച്ചിങ് പ്രാക്ടീസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നുമല്ല അവിടെ എത്തുക. അപ്പൊ കുട്ടികളിലേക്ക് എത്തുമ്പോഴോ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇതിലുണ്ടാവേണ്ട ഒരു മാറ്റം എന്താണെന്നറിയോ? സ്കൂൾ ബേസ്ഡ് ട്രെയിനിങ് വരണം. എൻ്റെ സ്കൂൾ, നമ്മുടെ സ്കൂളിലേക്ക് ഒരു ടീം ഓഫ് എക്സ്പേർട്സ് എത്തണം. കാരണം എൻ്റെ സ്കൂളിന്റെ കോണ്ടെക്സ്റ്റ് അല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത സ്കൂളിന്റെ കോണ്ടെക്സ്റ്റ്, അല്ലേ? ഇവിടുത്തെ പ്രശ്നങ്ങളല്ല അവിടുത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വേണം? വയനാട്ടിലെ ഒരു സ്കൂളിലെ പ്രശ്നമല്ല എറണാകുളത്തെ ഒരു സ്കൂളിന്റെ പ്രശ്നം, ആ സ്കൂളിന്റെ പ്രശ്നമല്ല ആലപ്പുഴയിലെ. ഞാൻ ഉദാഹരണം പറഞ്ഞ ഇപ്പോൾ വയനാട് ജില്ലയിലെ ഓടപ്പള്ളം സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിന്റെ പ്രശ്നമല്ല ആലപ്പുഴ ജില്ലയിലെ ചെറിയഴീക്കൽ സ്കൂളിന്റെ പ്രശ്നം. അത് കടലോര മേഖലയിലെ സ്കൂളാണ്. ഇതല്ല പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ GHSS അഗളി എന്ന് പറയുന്ന സ്കൂളിന്റെ പ്രശ്നം. ഇതല്ല തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ സ്ഥിതി ചെയ്യുന്ന മെഡിക്കൽ കോളേജിനുള്ളിലുള്ള GHSS മെഡിക്കൽ കോളേജ് സ്കൂളിന്റെ പ്രശ്നം. അപ്പൊ ഇത് കോണ്ടെക്സ്ച്വലി മാറുന്നു. അപ്പൊ നമുക്ക് മൊത്തത്തിൽ നമ്മൾ കൊണ്ടുപോയി ഒരു ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ നമുക്ക് ഇത് അഡ്രസ് ചെയ്യാൻ പറ്റില്ല. പകരം എന്ത് വേണം? ഒരു ട്രെയിനിങ് ടീം. അതിൽ സൈക്കോളജിസ്റ്റുകൾ വേണം, അതിൽ എക്സ്പേർട്സുകൾ വേണം, അതിൽ മാനേജ്മെന്റ് എക്സ്പേർട്ട് വേണം. എഡ്യൂക്കേഷണൽ മാനേജ്മെന്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവരുടെ ഒരു ടീം ഓഫ് ടീച്ചേഴ്സ് ഒരു സ്കൂളിലേക്ക് ചെല്ലണം. അവര് ഒരു 1, 2, 3 ദിവസം കൊണ്ട് അവിടുത്തെ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ട്രെയിനിങ് വളരെ എഫക്റ്റീവ് ആവും. ആ ട്രെയിനിങ് കൊണ്ട് നമ്മുടെ സ്കൂളിനും കുട്ടികൾക്ക് വലിയ മാറ്റം ഉണ്ടാവും. ഇങ്ങനെ ഒരു മാറ്റം നമ്മുടെ ട്രെയിനിങ്ങുകളിൽ വരേണ്ടതുണ്ട്. ഒപ്പം അധ്യാപക പരിശീലനം മാൻഡേറ്ററി ആയി മാറുകയും ചെയ്യണം. പലപ്പോഴും അധ്യാപകർ ഇപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അത് മാൻഡേറ്ററി ആവണം. അധ്യാപകരുടെ പ്രൊമോഷൻ അടക്കം നിശ്ചിതമായിട്ടുള്ള ഇൻഡക്ഷൻ കോഴ്സസ്, ക്രെഡിറ്റ് അവർ നേടിയിരിക്കണം എന്നതൊരു ക്രൈറ്റീരിയ ആയി മാറിയാൽ നമുക്ക് നമ്മുടെ അധ്യാപകരെ കുറെ കൂടി അവർ തയ്യാറാണ്. പക്ഷെ സിസ്റ്റം അവരെ അതിന് സജ്ജമാക്കുന്ന ഇടപെടൽ സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ള കാര്യം. അവസാനമായിട്ടേ, ഇപ്പോൾ നമ്മൾ അധ്യാപകരെ കുറിച്ച് പറഞ്ഞു, കുട്ടികളെ കുറിച്ച് പറഞ്ഞു, സ്കൂൾ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞു, സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ നമ്മൾ ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്ത് തന്നെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മിനിസ്ട്രിയുടെ അടുത്തു നിന്ന് വന്നൊരു റിപ്പോർട്ട് കേരളത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. അതായത് എഡ്യൂക്കേഷന് വേണ്ടി ചെലവഴിക്കുന്ന അതിൻ്റെ ഒരു എക്സ്പെൻഡിച്ചർ, അതിനെക്കുറിച്ചുള്ളൊരു റിപ്പോർട്ടാണ്. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒരു കുട്ടിക്ക് വേണ്ടി ചെലവഴിക്കേണ്ട തുക വളരെ കുറവാണ്. പക്ഷെ അതേസമയം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ, പ്രൈവറ്റ് ട്യൂഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി രക്ഷിതാക്കൾ ചെലവഴിക്കുന്ന പണം മറ്റ് സംസ്ഥാനങ്ങൾക്കാൾ വളരെ കൂടുതലാണ്. ഇങ്ങനൊരു അന്തരം നമ്മുടെ പാരൻസിൻ്റെ ഇടയിൽ, സൊസൈറ്റിൻ്റെ ഇടയിൽ ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു കുട്ടി ഹയർ സെക്കൻഡറി കഴിഞ്ഞു, നീറ്റ് എക്സാം എഴുതി,
കിട്ടിയില്ല, ഇങ്ങനെയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു, പാലയിൽ പോയി റിപ്പീറ്റ് ചെയ്യുന്നു, ലക്ഷങ്ങൾ കൊടുത്ത് ട്യൂഷന് പോയിട്ടാണ് എക്സാമിന് ചെയ്യുന്നത്. അതേ സമയത്ത് നല്ല ബ്രില്യൻ്റ് ആയ ഒരു കുട്ടി സാമ്പത്തിക സ്ഥിതി മോശമായത് കാരണം ചിലപ്പോൾ നീറ്റ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മറ്റ് ഫീൽഡുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, എക്സാം പോലും എഴുതാത്ത. ഈ ഒരു അന്തരം ഈ ഇപ്പോൾ കഴിഞ്ഞ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഈ ഒരു അന്തരം നമ്മുടെ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തെ ബാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു കണ്ടെത്തലും ഒരു നമ്മളെ പുതിയ ചില തുറവികളിലേക്ക് നമ്മളെ നയിക്കേണ്ട ഒരു നിരീക്ഷണം അതിനകത്തുണ്ട്. ഈ റിപ്പോർട്ടിലുമുണ്ട്, സലിം ചോദിച്ച ചോദ്യത്തിലുമുണ്ട്. ഇതിനകത്തൊരു ദേശീയമായൊരു കാഴ്ചപ്പാട് കൂടി ഇതിനകത്തുണ്ട്. കാരണം വിദ്യാഭ്യാസത്തിന് 6% GDP-യുടെ 6% വിദ്യാഭ്യാസത്തിന് മാറ്റിവെക്കണമെന്ന് 1964-66 കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. GDP-യുടെ 6% എഡ്യൂക്കേഷൻ മാറ്റിവെക്കണമെന്ന് പറഞ്ഞാൽ 64-66 കമ്മീഷൻ റിപ്പോർട്ടാണ്. ഇപ്പൊ എത്ര വർഷം കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ആലോചിക്കുക. 7 പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. സ്കോളർഷിപ്പുകൾ എന്നിട്ടും വെട്ടി കുറച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു 7-8 വർഷത്തെ ബജറ്റ് ഒന്നെടുത്ത് ഞാൻ നോക്കുമ്പോൾ, ബജറ്റ് പരിശോധിക്കുമ്പോൾ, ഈ ബജറ്റിൽ വിദ്യാഭ്യാസത്തിന് ചെലവഴിക്കുന്ന തുക GDP-യുടെ 3% അപ്പുറത്തേക്ക് പോലും എത്തുന്നില്ല. കഴിഞ്ഞ കുറെ കാലമായി ഉള്ള ബജറ്റിൽ, പ്രത്യേകിച്ചും ഈ NDA ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള ബജറ്റ് പ്രത്യേകിച്ച് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് കോത്താരി കമ്മീഷൻ കഴിഞ്ഞിട്ട് പുതിയ വിദ്യാഭ്യാസ നയം വന്നു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെട്ട NEP 2020 വന്നപ്പോൾ അതിലും ആകർഷകമായ ഈ വാഗ്ദാനം, വിദ്യാഭ്യാസത്തിന് 6% GDP-യുടെ ചെലവഴിക്കണമെന്ന്. ഈ നയം നടപ്പിലാക്കിയതിന് ശേഷമുള്ള ബജറ്റുകളൊന്നും എടുത്ത് പരിശോധിച്ച് നോക്കൂ. 2020-ലാണല്ലോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നത്, 2020 വരുന്നത്. 20 തൊട്ട് 24 വരെയുള്ള 25 വരെയുള്ള ബജറ്റുകളിൽ ഏതെങ്കിലും ഒരു ബജറ്റിൽ 6% പോയിട്ട് 4% വിദ്യാഭ്യാസത്തിന് ചെലവഴിച്ചിട്ടുണ്ടോ? നമ്മുടെ മുന്നിൽ ബജറ്റ് ഉണ്ടല്ലോ, ഇല്ല. വിദ്യാഭ്യാസത്തിന് ചെലവഴിക്കുന്ന സംഖ്യ 1,00,000 കോടി രൂപ പോലും ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിന് ചെലവഴിക്കുന്നില്ല. എന്നാൽ പ്രതിരോധത്തിന് 6,00,000 കോടിക്ക് മീതെ അടുത്ത ബജറ്റിൽ 8,00,000 കോടി രൂപ പ്രതിരോധത്തിന് വേണ്ടി വരും എന്നാണ് നിഗമനം. അപ്പോൾ നമ്മുടെ അജണ്ടകൾ എന്താണെന്നുള്ളൊരു വിഷയമുണ്ട്. ദേശീയ തലത്തിലാണെങ്കിൽ പോലും ഈ 1,00,000 കോടി രൂപ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു വലിയ സംഖ്യയായി തോന്നാം. പക്ഷേ ഇന്ത്യയിലെ 50 കോടി കുട്ടികൾ 50 കോടി കുട്ടികൾ ഉണ്ട് എന്ന് നമ്മൾ റഫ്ലി കാൽക്കുലേറ്റ് ചെയ്താൽ, ഈ 50 കോടി കുട്ടികൾക്ക് ഇത് വിഭജിച്ച് നൽകിയാൽ ഒരു കുട്ടിക്ക് ലഭിക്കുന്ന തുക 2,000 രൂപ പോലുമില്ല. അപ്പൊ 2,000 രൂപ കൊണ്ട് എന്ത് വിദ്യാഭ്യാസ വിപ്ലവമാണ് നമ്മൾ ഇന്ത്യ ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ള ക്വസ്റ്റ്യനാണ് ഇന്ത്യയിലെ കുട്ടികൾ ചോദിക്കുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ ചോദിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. നേപ്പാളിലൊക്കെ ഉണ്ടായ മൂവ്മെന്റിൽ അവർ ചോദിച്ച ചോദ്യം അതാണ്. അവർ ചോദിക്കുന്ന ചോദ്യം നമ്മൾ ജെൻസിയുടെ ചാപല്യം എന്ന് പറഞ്ഞ് നമുക്കതിനെ തള്ളിക്കളയാൻ പറ്റില്ല. അവർ ചോദിക്കുന്നത് ഞങ്ങളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷന് നിങ്ങൾ എന്ത് തരുന്നു എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ, ഇതാണ് ഇന്ത്യൻ സാഹചര്യമെങ്കിൽ നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ കാണുന്നത് എന്താ? ഇപ്പൊ ഏറ്റവും അവസാനത്തെ ഇത് ദേശീയ സാഹചര്യം, അത് ദേശീയ റിപ്പോർട്ടുകൾ. ഞാനിത് പറഞ്ഞ എൻ്റെ നിഗമനങ്ങളല്ല, മറിച്ച് ദേശീയ തലത്തിൽ സമീപകാലത്ത് വന്ന സർവേകളും നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്കൽ മിനിസ്ട്രിയുടെയും NCERT-യുടെയൊക്കെ സർവേകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പറയുന്നത്. അല്ലാതെ നമ്മുടെ ആത്മനിഷ്ഠമായ നിഗമനങ്ങളല്ല. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ, കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് പൊതുവിദ്യാഭ്യാസത്തിന് ചെലവഴിക്കുന്ന സംഖ്യ വളരെ കുറവാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചെന്നാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. വലിയ വൈരുദ്ധ്യം. അതേസമയം സ്വകാര്യ ട്യൂഷന് വേണ്ടി കേരളത്തിലെ മാതാപിതാക്കൾ വലിയ സംഖ്യ ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു ഇന്ത്യൻ അവസ്ഥ കൂടിയാ. നോക്കൂ, കോട്ടയിലേക്ക് നിങ്ങൾ ചെന്ന് നോക്കൂ. കോട്ട, രാജസ്ഥാനിലെ കോട്ട, ഹൈദരാബാദ്,
ഇതൊക്കെ എഡ്യൂക്കേഷണൽ ഹബ്ബാണെന്നാണ് ആളുകൾ പറയുന്നത്. ഞാനതിനെ എഡ്യൂക്കേഷണൽ ഹബ്ബായിട്ടല്ല കാണുന്നത്. എഡ്യൂക്കേഷൻ ബിസിനസ് അതാ ലാർജ് സ്കെയിൽ എഡ്യൂക്കേഷണൽ ബിസിനസ് ആണ് നടക്കുന്നത്. കുട്ടികളെ ഈ പ്രഷർ കുക്കറുകളാക്കി മാറ്റുകയാണ്. കോട്ടയിൽ ഓരോ വർഷവും നടക്കുന്ന ആത്മഹത്യകൾ എത്ര കൂടുതലാണ്. അതായത് കുട്ടികൾക്ക് സ്കൂളിങ്ങിൽ നിന്ന് ഇത്തരം മത്സര പരീക്ഷകൾ എഴുതാൻ കഴിയുന്നില്ല എന്നും കോച്ചിങ് സെന്റേഴ്സിലേക്ക് പോയാൽ മാത്രമേ ഇത്തരം പരീക്ഷകൾ പാസ്സാകാൻ കഴിയൂ എന്നുമുള്ള ഒരു അവസ്ഥ ഇന്ത്യയിലുണ്ട്. ഞാൻ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് കോട്ടയിൽ ആത്മഹത്യകളെ കുറിച്ചൊന്ന് എഴുതിയിരുന്നു. ഈ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ ആരാ നമ്മൾ പരിശോധിച്ച് നോക്കണം. ഈ അവിടെ തന്നെ എത്തിയിട്ടുള്ള വശങ്ങളിൽ നിൽക്കുന്ന കുട്ടികളാണ്. ദളിത് വിഭാഗങ്ങളിൽ നിന്നോ അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ഈ സൂയിസൈഡ് ചെയ്യുന്ന കുട്ടികളിൽ തന്നെ ഏറ്റവും കൂടുതൽ. അപ്പൊ ഇന്ത്യൻ വിദ്യാഭ്യാസ വ്യവസ്ഥ വളരെ നിഷ്കരുണം, നിർദ്ദയം, നമ്മുടെ അരികുകളിലെ മനുഷ്യരെ ഇല്ലാതാക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് നമ്മൾ അവിടെ കാണുന്നത്. കേരളത്തിലും ഇങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ലേ? നമ്മളീ പറയുന്ന എല്ലാ പദ്ധതികളും നമ്മുടെ എല്ലാ ആഘോഷങ്ങളും ഒക്കെ ഒരു അർബൻ ബയാസ് ഉണ്ട്. നമ്മൾ പറയുമല്ലോ നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾക്ക് ഒരു അർബൻ ബയാസ് ഉണ്ടെന്ന് പറയും. ഈ അർബൻ ബയാസ് ഇല്ലേ നമ്മുടെ പ്രോഗ്രാമുകൾക്കില്ലേ? ഉണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മുടെ സ്കൂളുകളിൽ ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതാനുള്ള ഒരു എൻവയോൺമെന്റ് ഇതൊരു യാഥാർത്ഥ്യമാണല്ലോ. അതെ, ആരിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നീറ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണല്ലോ. JEE ഒരു യാഥാർത്ഥ്യമല്ലേ? ക്ലാറ്റ് ഒരു യാഥാർത്ഥ്യമല്ലേ? ഈ എക്സാംസ് CUET എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമാണല്ലോ. ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. അതെ, നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ പറയാം ഇതാണോ കുട്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടിക്ക് അതാണ് ആഗ്രഹമെങ്കിൽ അതിനുള്ള ഇടം ഉണ്ടാവണമല്ലോ. ബിക്കോസ് എഡ്യൂക്കേഷൻ ഈസ് ഹിസ് ഓർ ഹെർ റൈറ്റ്. അവൻ്റെ അവളുടെ റൈറ്റ് ആണത്. അവന് മെഡിക്കലാ പോണെങ്കിൽ അവനുള്ള അവകാശം ആ കുട്ടിക്കുണ്ട്. പക്ഷേ നോക്കൂ, തമിഴ്നാട്ടിലൊരു കുട്ടി സൂയിസൈഡ് ചെയ്തു. അങ്ങനെയാണ് തമിഴ്നാട് നീറ്റിനെതിരെ തിരിയാനുള്ള കാരണം എന്താ? തമിഴ്നാട് നീറ്റിനും CUETക്കെതിരെ തിരിയാനുള്ള കാരണം മിടുക്കിയായൊരു പെൺകുട്ടി നീറ്റ് ഏർപ്പെടുത്തിയതിൻ്റെ അടുത്ത വർഷത്തെ രക്തസാക്ഷിയാണ്. ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നുള്ള പബ്ലിക് പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും 98-99% സ്കോർ ചെയ്ത കുട്ടിക്ക് നീറ്റ് കിട്ടിയില്ല. തമിഴ്നാട്ടിൽ ഓരോ വർഷം കഴിയുന്തോറും ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം പരിശോധിച്ച് നോക്കിയാൽ മതി. അതുകൊണ്ടാണ് നീറ്റിനെതിരെ പ്രമേയം പാസ്സാക്കിയത് സ്റ്റാലിൻ, തമിഴ്നാട് മുഖ്യമന്ത്രി. കേരളത്തിൽ ഈ പ്രശ്നമുണ്ട്, നമ്മളത് അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. കേരളത്തിലെ കോച്ചിങ് വ്യവസായം ബിഗ് ഇൻഡസ്ട്രിയാണ്. വൻ മുതൽ മുടക്കുള്ള, ഒരുപക്ഷെ നമുക്ക് അതിൻ്റെ വ്യാപ്തിയും ആഴവും നമുക്കറിയാത്തത് കൊണ്ടാണ്. എത്ര സ്ഥാപനങ്ങളാണ്? ഈ സ്ഥാപനങ്ങൾ പൊതുവിദ്യാലയങ്ങളെ വിഴുങ്ങാൻ പോവുകയാണ്. അപകടാവസ്ഥയിലാണ്. ഇപ്പോൾ +2 വിഭാഗത്തിൽപ്പെട്ട അധ്യാപകർക്ക് ധരിച്ചു വച്ചേക്കുന്നത് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, LP UP ഹൈസ്കൂൾ വരെയുള്ള പ്രശ്നമൊന്നും അല്ല. ഇപ്പോൾ ഈ കോച്ചിങ് സെന്റേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ +1 +2 ക്ലാസ് കൂടി അവർ ആരംഭിക്കുകയാണ്. ഏതെങ്കിലും അൺഎയ്ഡഡ് സ്ഥാപനങ്ങളോട് ചേർന്ന് സ്വാഭാവികമായിട്ടും പൊതുവിദ്യാലയങ്ങളിലേക്ക് വരേണ്ട കുട്ടികൾ അങ്ങോട്ട് പോകും. ഈ അൺഎയ്ഡഡ് കോച്ചിങ് സെന്റേഴ്സിലേക്ക് പോവുകയും അവരൊക്കെ ആവറേജ് വാങ്ങുന്ന 2 ലക്ഷം രൂപയ്ക്കൊക്കെ മീതെയാണ് ഈ കോച്ചിങ് സ്ഥാപനങ്ങൾ. ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ പേര് പറയുന്നില്ല, ഏതാണ്ട് എല്ലാ സ്ഥാപനങ്ങളും. അപ്പോൾ ഈ അരികളിൽ നിൽക്കുന്ന കുട്ടികൾ എങ്ങനെ ഈ കോച്ചിങ് സ്ഥാപനത്തിലേക്ക് 2 ലക്ഷം രൂപ കൊടുത്തിട്ട് പോകും? അതിനാണെങ്കിൽ ഈ വലിയ സിനിമാ താരങ്ങൾ ബ്രാൻഡ് അംബാസഡർമാരാകും. അതെ, ബ്രാൻഡ് അംബാസഡർ, സെലിബ്രിറ്റികളിൽ മുഴുവൻ ലൈഫ് സെറ്റ് ആകുമെന്ന് പറഞ്ഞു. അതെ, 21ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റ് എന്നാണ് ഒരു താരം പറയുന്നത്. ബ്രാൻഡ്, അപ്പം ആലോചിച്ച് നോക്കൂ, അതങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസമാണോ ബ്രാൻഡ് ചെയ്യപ്പെടുന്നത് കേരളത്തിൽ? അതോ ഞാൻ ചോദിക്കട്ടെ, പൊതുവിദ്യാഭ്യാസത്തിന് ഒരു ബ്രാൻഡ് അംബാസഡർ കേരളത്തിലുണ്ടോ? ലെറ്റ് മീ സേ, ഞാൻ ചോദിക്കുക, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന് ബ്രാൻഡ് അംബാസഡർ ആരാ? എത്രയോ ബ്രാൻഡ് അംബാസഡേഴ്സ് ഉള്ള ഒന്നാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം. എന്തുകൊണ്ടാണ് ഈ സെലിബ്രിറ്റികളൊന്നും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആവാത്തത്? അല്ല, ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. ഞാനൊരു അധ്യാപകൻ എന്ന നിലയിൽ ലളിതമായൊരു ചോദ്യം ചോദിക്കുകയാണ്, എളിയ ചോദ്യം ചോദിക്കുകയാണ്. കേരളത്തിലെ ഈ സെലിബ്രിറ്റികൾ ആരും
ഞങ്ങൾ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ബ്രാൻഡ്, ഇവരൊക്കെ പൊതുവിദ്യാഭ്യാസത്തിലൂടെ കടന്നു വന്നവരാണ്. അതെ, തീർച്ചയായും. പക്ഷേ അങ്ങനെ ഉണ്ടാവുന്നില്ലല്ലോ. അപ്പൊ ഇത് അപകടമാണ്, വലിയ അപകടമാണ്. ഇവിടെ വലിയൊരു കോച്ചിങ് ഇൻഡസ്ട്രി വളരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നിശബ്ദമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശബ്ദമില്ല. എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പൊ തെക്കൻ ജില്ലകളിൽ, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ബാച്ചിൽ 25 കുട്ടികളില്ല. ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം 25 കുട്ടികളില്ലാത്ത ബാച്ച് ഡിസോൾവ് ചെയ്യും. ഞാൻ ഈ അധ്യാപക തസ്തികകൾ ഇല്ലാതാവുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, അതിൽ ആകുലപ്പെടുകയല്ല ചെയ്യുന്നത്. ഒരു നാട്ടിലെ ഒരു ബാച്ച്, ഒരു ബാച്ച് എന്ന് പറയുമ്പോൾ ഒരു സയൻസ് ബാച്ച് എടുക്കുക, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, ഇംഗ്ലീഷ്, മലയാളമുള്ളൊരു ബാച്ച്, അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റീസ് ബാച്ച്, ഒരു കൊമേഴ്സ് ബാച്ച് ഇല്ലാതാവുന്നു എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പഠിക്കാനുള്ള അവസരം അത്ര ഇല്ലാതാവുന്നു എന്നുകൂടിയാണല്ലോ അതിന്റെ അർത്ഥം. അല്ലാതെ അധ്യാപക തസ്തികകൾ ഇല്ലാതാവുന്നു എന്നല്ല, ഒരു സ്കൂൾ ഇല്ലാതാവുന്നു എന്നുകൂടി അതിന് അർത്ഥമുണ്ട്. അപ്പോ ഇത്തരം ബാച്ചുകളെ മുഴുവൻ ഇവർ വിഴുങ്ങുകയാണ്. ആര് വിഴുങ്ങുകയാണ്? ഈ കോച്ചിങ് സെന്റേഴ്സ് വിഴുങ്ങുകയാണ്. സർക്കാരിന്റെ കണക്ക് പ്രകാരം 25 കുട്ടികളില്ലാത്ത ബാച്ച് ഡിസോൾവ് ചെയ്യപ്പെടും. അപ്പോ ഇങ്ങനെ സംഭവിക്കുകയാണ്. ഇത് നമ്മൾ അറിയുന്നില്ല. ഇത് നമ്മൾ അറിയുമ്പോഴേക്കും നമ്മൾ വൈകിപ്പോകും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പാസ്റ്റർ നിമോയിലറുടെ കവിതയിൽ പറഞ്ഞതുപോലെ ഇത് ഇല്ലാതായി പോവുകയാണ്. നിശബ്ദമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ വിഴുങ്ങാൻ നേരത്തെ ആപ്പുകൾ, ഇനി മറുവശത്തും കൂടെ ആപ്പുകൾ വരുന്നുണ്ട്, ഈ എഡ്യൂക്കേഷണൽ ആപ്പുകൾ വരുന്നുണ്ട്. കുട്ടികളെ അങ്ങോട്ട് വിളിച്ച് ക്ഷണിച്ചിട്ട് ആപ്പുകളിലേക്ക് കൊണ്ടുപോവുക. നമ്മൾ കുട്ടിയെ എത്രമാത്രം ഡിവൈസസിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നോ, ഇവര് കോച്ചിങ് ആപ്പുകളുണ്ട്. ഇതിനിടയിലാണ് അധ്യാപകന്റെ നില. ഈ ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദ ഡെവിൾ ബിക്കോസ് ഓഫ് ഹിസ് ചോയ്സ്ലെസ്നെസ് എന്ന് പറയുന്ന പോലെ ഇതിന്റെ രണ്ടിന്റെ ഇടയിലാ. ബിറ്റ്വീൻ ഡെവിൾ ആൻഡ് ദ സീൻ അല്ല, രണ്ടു ഭാഗത്തും. ഒരു ഭാഗത്ത് കോച്ചിങ് ആപ്പുകളെ നേരിടണം, മറുഭാഗത്ത് കോച്ചിങ് സെന്റേഴ്സിനെ നേരിടണം. ഇതിനിടയില ഇവിടെ നമ്മൾ റിക്കവറി മെഷേഴ്സ് സ്വീകരിക്കുന്നില്ല എങ്കിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം 10 വർഷത്തിനുള്ളിൽ ഒരു ഓർമ്മയായി മാറാനിടയുണ്ട്. ഏത് ഗവൺമെന്റുകൾ വന്നാലും, ഐ എം നോട്ട് സ്പീക്കിംഗ് അബൌട്ട് എനി ഗവൺമെന്റ്, എനി പൊളിറ്റിക്സ്, എനി പാർട്ടി, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ആണ് നമ്മുടെ അന്നം. നമ്മളാക്കിയത് ഈ പൊതുവിദ്യാഭ്യാസമാണ്. നമ്മളെ ബഹുസ്വരരാക്കിയത്, നമ്മളെ മതേതരരാക്കിയത്, നമ്മളെ ജനാധിപത്യവാദികളാക്കിയത്, നമ്മളാക്കിയത്. ഒരുപാട് പാവപ്പെട്ട മനുഷ്യർക്ക് ജീവിതത്തിൽ ഇടം കൊടുത്തത് ഈ പൊതുവിദ്യാഭ്യാസമാണ്. നമ്മളെ അതിർത്തികൾ കടത്തി കൊണ്ടുപോയി പ്രവാസികളാക്കാൻ നമ്മളെ സഹായിച്ചത് ഈ വിദ്യാഭ്യാസമാണ്. ആ പ്രവാസികൾ കൊണ്ടുവന്ന ചില്ലിത്തുട്ടുകൾ കൊണ്ടുകൂടി പണിതുയർത്തിയതാണ് ഈ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ 2ാം നവോത്ഥാനം പ്രവാസികൾ ഉണ്ടാക്കിയതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനല്ല, ഒരുപാട് പേർ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അതിനെ കാത്തു പുലർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഈ റിപ്പോർട്ടിൽ അതിൻ്റെ വലിയ അപകട സൂചനയുണ്ട്. ഈ റിപ്പോർട്ട് തരുന്ന സൂചനകളെ, നമ്മുടെ ശരീരം നമുക്ക് ചില സൂചനകൾ തരുന്നു എന്ന് പറയുന്ന പോലെ ഈ റിപ്പോർട്ട് തരുന്ന സൂചനകളെ നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഈ പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളിയുടെയും കയർ തൊഴിലാളികളുടെയും കണ്ണൂരിലെ ബീഡി തൊഴിലാളികളുടെയും കലായിലെ തടി തൊഴിലാളിയുടെയും ഇഷ്ടിക തൊഴിലാളിയുടെയും തൊഴിലുറപ്പ് തൊഴിലാളിയുടെയും മക്കൾക്ക് ഈ പൊതുവിദ്യാഭ്യാസത്തിൽ ഇടം കിട്ടാതെ വരും. നാളെ ഇവിടെ ഒരു ഡോക്ടർ, ഒരു മിടുക്കനായ എഞ്ചിനീയർ, ഒരു അധ്യാപകൻ, ഒരു വക്കീൽ, ഒരു കോളേജ് അധ്യാപകൻ, അല്ലെങ്കിൽ അങ്ങനെ വ്യത്യസ്ത തുറകളിൽ ഇടപെടേണ്ട ആളുകളെ ഇല്ലാത്ത അവസ്ഥ, ഒരു എലൈറ്റ് ക്ലാസ്, ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരു എലൈറ്റിസ്റ്റ് എഡ്യൂക്കേഷൻ, ഒരു എലൈറ്റ് ക്ലാസ് വരേണ്യവർഗം രൂപപ്പെട്ടു വരും. ഫിനാൻഷ്യൽ ക്യാപിറ്റലുള്ള പിയർ ബോർദ്യുവിനെ പോലുള്ള ആളുകൾ ചൂണ്ടിക്കാട്ടുന്ന ഫിനാൻഷ്യൽ ക്യാപിറ്റലുള്ള, കൾച്ചറൽ ക്യാപിറ്റലുള്ള, സോഷ്യൽ ക്യാപിറ്റലുള്ള, ഡിജിറ്റൽ ക്യാപിറ്റൽ കൂടിയുള്ള ഒരു എലൈറ്റിസ്റ്റ് ക്ലാസ് രൂപപ്പെടുകയും അരികുകളിലെയും വശങ്ങളിലെയും മനുഷ്യർ വിദ്യാഭ്യാസ ക്രമത്തിൽ നിന്ന് എന്നേക്കോട്ട് പുറത്താക്കപ്പെടുകയും ചെയ്യും. അത് തീർച്ചയായിട്ടും ഒരു അപകടാവസ്ഥയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് അപകടാവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതിൽ നിന്നെല്ലാം
പാഠങ്ങൾ ഉൾക്കൊണ്ട് ഈ അപകടാവസ്ഥയെ തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ അധികാരികൾ സ്വീകരിക്കട്ടെ. അതിന് നമുക്ക് ശബ്ദമുയർത്താനല്ലേ സാധിക്കുകയുള്ളൂ. സംവിധാനം ഒരുക്കേണ്ടത് അധികാരികളും സർക്കാരുമാണ്. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും വളരെ നന്ദി ഈ അവസരത്തിൽ ഇത്രയും സംസാരിച്ചതിന്. താങ്ക് യു. നമസ്കാരം.